മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കൊച്ചിയിൽ കാണാതായ 12 വയസ്സുകാരിയെ കണ്ടെത്തിയത്. കുട്ടിയെ കണ്ടെത്താൻ കാരണമായത് അമ്മയുടെ ഫോൺ കോൾ ആണെന്നും കുട്ടി കടുത്ത മനോവിഷമത്തിലായിരുന്നുവെന്നും കുട്ടിയെ കണ്ടെത്തിയ നാട്ടുകാരൻ ജോർജ് വൈ 24 പറഞ്ഞു. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. കൊച്ചിയിൽ 12 വയസ്സുകാരിയെ കാണാതായതിന്റെ ആശങ്ക മാറി ആശ്വാസമായത് ഇന്നലെ രാത്രി ഏതാണ്ട് 11:00 ആ ആശ്വാസ വാർത്തയ്ക്ക് കാരണക്കാരനായത് ജോർജ് എന്ന യുവാവാണ്. എന്തായാലും ജോർജിന്റെ സംയോജിത ഇടപെടലാണ് കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചത്. ജോർജ് ഇപ്പോൾ 24 ചേരുന്നുണ്ട്. എന്താണ് ജോർജ് ഇന്നലെ രാത്രി സംഭവിച്ചത്? ഇന്നലെ രാത്രി ഞാൻ എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ഒരു ടേൺ ബോർഡ് തിരിഞ്ഞപ്പോഴത്തേക്ക് ഒരു 100 മീറ്റർ അപ്പുറത്ത് വെച്ച് ഒരു കുട്ടി സൈക്കിളോട്ട് വരുന്നത് കണ്ട്. അപ്പോൾ അതിൻ്റെ അരമണിക്കൂർ മുമ്പ് എൻ്റെ അമ്മ വിളിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടീനെ മിസ്സിംഗ് ആണെന്ന് കേട്ടല്ലാണെന്ന് പറഞ്ഞു. അതിപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ വാർത്തയൊക്കെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഒന്ന് ഓടിച്ച് നോക്കി. തിരിച്ചു വരുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനോട് ബൈക്ക് വിളക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ ബൈക്ക് വിളിച്ചു ഇവിടെ വന്നു. അപ്പോൾ കുട്ടിയെ വെച്ചാൽ പാലം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ബൈക്ക് വെച്ച് ഞാൻ ചാടി ഇറങ്ങി കുട്ടീനെ ചോദിച്ചു, എവിടെ മോളെ പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ എളമക്കരയിലെ പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ പോയെന്ന് വെച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ നാരമ്പലം വരെ പോയെന്ന് പറഞ്ഞു. പിന്നെ കുട്ടി ആകെ വിഷമിച്ച് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട മോളെ, ചേട്ടനുണ്ട്, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ആളൊന്ന് കൂളാക്കി, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ചേട്ടനുണ്ട്. പാലത്ത് വെച്ചിരുന്നില്ല ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടത്? ഇവിടെ വെച്ച് കുട്ടീനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ആ ഭാഗത്തുനിന്നല്ലേ? ആ ഭാഗത്ത് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആളെ കൂളാക്കി നിർത്തി. മോളർ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, കുട്ടിയുടെ പേര് അവരും കൂടി ചോദിച്ചു. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു കുട്ടിയുടെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറഞ്ഞു. അങ്ങനെ കുട്ടിയുടെ ഹോൾഡാക്കി നിർത്തി. ശ്രദ്ധിക്കാൻ എന്തായിരുന്നു കാരണം? കാരണം രാത്രി 11 മണിക്ക് ശേഷം ഒരിക്കലും ഒരു കുട്ടി ഒറ്റക്ക് സൈക്കിളോട്ട് യൂണിഫോം ഇട്ട് പോകില്ല. സ്കൂൾ യൂണിഫോമിൽ 11 മണിക്ക് ശേഷം ഒരിക്കലും പോകില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് പെട്ടെന്ന് വന്ന് മൈൻഡിൽ. അതൊരു ഒറ്റക്കൊരു പെൺകുട്ടി. അപ്പോൾ അതൊന്ന് സ്ട്രൈക്ക് ചെയ്തത്. ആ പ്രകാരമാണ് ഞാൻ കറക്റ്റായിട്ട് ഇതായത്. എൻ്റെ കുട്ടിയെ കാണുമ്പോൾ കുട്ടി കരയായിരുന്നു. എന്തായിരുന്നു കുട്ടികളോട് പറഞ്ഞത്? പഠിച്ചെത്തിയപ്പോൾ ഒന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞു. ആകിയും ആൾ കരഞ്ഞുകൊണ്ടിരിക്കണേന്ന് ഇങ്ങനെ ഓരോ വിഷമങ്ങളൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാം പരിഹരിക്കാൻ വിഷമിക്കേണ്ട, ചേട്ടനുണ്ടെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തി. ആളവിടെ പിടിച്ച് നിർത്തി സ്പോട്ടിൽ. അമ്മയുടെ ഒരു ഫോൺ കോളാണ് അത് മെയിൻ കാരണം. അതാണ് ഒരു അരമണിക്കൂർ മുമ്പ് എൻ്റെ അമ്മ വിളിച്ചു. ആ പ്രകാരം ഞാൻ സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് എടുത്ത് നോക്കി. അത് ശരിക്കും ഒരു നിമിത്തമായിരുന്നു കറക്റ്റായിട്ട്. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു കുട്ടിയെ കണ്ടത്? ഇല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയാണ്. ജോർജിൻ്റെ ഈ ഒരു ഇടപെടൽ മാതൃകാപരമാണ്. കാരണം ജോർജിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുട്ടിയെ വീണ്ടും അത് ആശങ്കപ്പെടുന്ന ഒരു നിമിഷങ്ങളായി മാറുമായിരുന്നു. ഒരുപക്ഷെ മറ്റു ആശങ്ക ഉണ്ടായിരുന്നു ഈ പാലത്തിലൊക്കെ പോകുമ്പോൾ അല്ലേ? അതെനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അതായത് ഈ പാലത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് അപകടങ്ങൾ നടന്ന സ്ഥലങ്ങളാണ്. കുട്ടി വേറെ മാനസിക വിഷമത്തിൽ നിൽക്കുന്ന സമയമാണ്. ഞാൻ കുട്ടിയെ ഒരു പിടിച്ച് നിർത്തിയാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയമുണ്ടായ സമയത്ത് ഞാൻ നാളെ ഹോൾഡ് ചെയ്ത് നിർത്തി. കുട്ടിയെ സുരക്ഷിത കരങ്ങളിലെത്തിച്ചത് ജോർജിന്റെ ഇടപെടലാണ്. അങ്ങനെ കുട്ടി ഇന്നലെ രാത്രി തന്നെ പോലീസ് പിന്നീട് മാതാപിതാക്കൾക്ക് കൈമാറി. ഇപ്പോൾ കുട്ടി നായരമ്പലത്തിലെ അമ്മയുടെ വീട്ടിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം. സന്തോഷ് ശേഖർക്കൊപ്പം നിതിൻ അംബുജൻ, 24.